ഹായ് ഗൈസ്, എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നോ? എന്നാ പരിപാടി ഇന്ന്? ഇന്ന് ജോലിയൊക്കെ ഉണ്ടോ? ജോലിക്കൊക്കെ പോയേക്കുവാണോ? അതോ പോയിട്ട് കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലിരിക്കുവാണോ? ഞാനാണെങ്കിൽ ഇന്ന് പിള്ളേരെയൊക്കെ വിട്ടിട്ട് ഉച്ചയ്ക്കത്തേനെന്നാ ഒരു മീൻകറി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെയും കൂടെ കൂട്ടിയാലോ എന്ന് വിചാരിച്ചു. എന്നാൽ വായോ, നമുക്ക് മീൻകറി ഉണ്ടാക്കാം. വാ. അപ്പം ഞാൻ പാത്രമൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് ഞാനൊരു 1/4 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മൂത്ത് വരുന്നതനുസരിച്ചിട്ട് ഞാൻ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ അരിഞ്ഞു വെച്ചതെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 ചുവന്ന വലിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില എല്ലാം കൂടെ മൂത്ത് വരുന്നുണ്ട്. അന്നേരത്തേനും ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു 2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 5-6 ചെറിയ അല്ലിപ്പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടാട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ഇളകാൻ നല്ലതാണ് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ ഇടുവാണെങ്കിൽ. അപ്പോഴേക്കും എൻ്റെ മസാലയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നു. ഞാൻ അതിൻ്റെ അകത്തേക്ക് ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാട്ടോ ഇന്ന് ഞാൻ കറി വയ്ക്കുന്ന മീൻ, തെരണ്ടി മീനാണ് ഇത് നമുക്ക് നല്ല ഫ്രഷ് മീൻ ഇവിടെ അവൈലബിൾ ആട്ടോ. അപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ അവരത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തരും. പിന്നെ നമുക്കിനി ക്ലീൻ ചെയ്യുന്നുള്ള ടെൻഷനും വേണ്ടല്ലോ. പിന്നെ ഇത് നല്ല പുളിയൊക്കെ ഇട്ട് കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നല്ല പുളിവെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനത് ഇനി ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിക്കുക, എന്നിട്ട് അങ്ങ് അടച്ച് വയ്ക്കും. അപ്പോൾ അതിന് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കി ഈ മീൻകറി ഇഷ്ടമായിട്ടുള്ളവരൊക്കെ ഇന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ എൻ്റെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കാണാൻ ഇഷ്ടമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ ഒരു വീഡിയോ കാണാം. ബൈ ബൈ.